എന്ത് കൊച്ചുതാ? ഗുഡ് മോർണിംഗ്. ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണം എല്ലാവരും? ഞങ്ങളും ഇതേവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് കൂട്ടാക്കിക്കോളൂ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു പോവല്ലേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? വരും. അപ്പോൾ ദേ 2-3 ദിവസമായി ഞാനിങ്ങനെ ഈ ചെടിയിലെ ചെമ്പരത്തി പൂവിനെയൊക്കെ നോട്ടം ഇട്ടിട്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൂവ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് പൂവ് മാത്രം മതിയാകും. സാധാരണ ഞാൻ പൂവും ഇലയും ഒക്കെ കൂടിയാണ് എടുക്കാറുള്ളത്. പൂവ് അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഇന്നല്ല, ഒരാഴ്ച, ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പൂവ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് പൂവ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൂസ് ഇതേ നേരത്തെ തന്നെ ഒരു 4 പൂവ് എടുത്തിട്ട് മുറ്റത്തിൻ്റെ സൈഡിൽ ഉണ്ടാവില്ലേ, അത് മുറ്റത്തേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് 4-5 പൂവൊക്കെ പറിച്ചെടുത്തിട്ട് അവൻ തന്നെ അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, താളിയാക്കി എടുക്കില്ലേ, അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും പൂവൊക്കെ പറിച്ച് അപ്പൂസിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ എടുക്കലും നടക്കും, അവൻ്റെ കളിക്കലും നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവൻ അതിലവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതിങ്ങനെ എന്താ പറയുക, താളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കൈകൊണ്ട് ഇങ്ങനെ ഞെരടി ഉടച്ചിട്ടൊക്കെ. ആ ഒരു ടൈമിൽ ഞാൻ വേഗതയും നമ്മുടെ കറ്റാർ വാഴ ഉണ്ടല്ലോ, ആ കറ്റാർ വാഴയ്ക്ക് രാവിലെ മുതൽ അവിടെ നിന്ന് വെയിലാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ ഉദിച്ച് വരുന്ന ആ വെയിൽ തൊട്ട് വൈകുന്നേരത്തെ വെയിൽ വരെ ആ കറ്റാർ വാഴ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് മാറ്റി വയ്ക്കുക എന്ന് വിചാരിച്ചു കേട്ടോ. പണ്ട് ഞാൻ ഇതുപോലെ ഒരു തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു, അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ തൈകളൊക്കെ വേറെ വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതെന്തോ പിന്നെ അങ്ങനെ കേട് വന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വീണ്ടും വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. മഞ്ചേരി പോയിരുന്ന ടൈമിൽ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിലും തൈകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ വെയിലത്തു നിന്നൊന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ ഫുൾ ടൈം വെയിലുണ്ടാവില്ല, പക്ഷെ കുറച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ വെയിൽ കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ കുറച്ച് ചീരയുടെ വിത്തും ഒക്കെ നട്ടിട്ടുണ്ട്. നടുകയല്ല, വിതറില്ലേ നമ്മൾ, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പച്ചച്ചീരയുടെ തണ്ട് നമ്മൾ വേര് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാവാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതിലെങ്ങനെയായാലും ഒരു 4 ഇല വരുമ്പോഴേക്കും അത് പുഴു തിന്ന് പോകുന്നുണ്ട് കേട്ടോ. പുഴുവിനൊന്നും നോക്കിയിട്ട് കാണുന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നല്ല കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ ആ ചീരയുടെ ഇടയിലുള്ള കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിക്കാമല്ലോ എന്ന് വിചാരിച്ച് പറിക്കാൻ വേണ്ടി തുടങ്ങിയതും മഴ തുള്ളിയിടാൻ വേണ്ടി തുടങ്ങിയിട്ടു. അപ്പോഴേക്ക് ഞാൻ വേഗം വന്ന് അപ്പൂസിനെ കുളിപ്പിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇതാ പെരും മഴയായിരുന്നു പിന്നെ കേട്ടോ. നല്ല രീതിയിൽ കാറ്റും മഴയും ഒക്കെ നല്ല രീതിയിൽ നല്ല ശക്തിയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ കണ്ടില്ലേ, മഴയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോഴാണ്
പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഇലയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു. മഴയൊക്കെ പെട്ടെന്ന് ആ കാറ്റ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മഴയെ പെട്ടെന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോഴാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഒന്ന് അടിച്ചു വാരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരി എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു ടൈമിൽ ഇപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കർമൂസയുടെ മരല്ലേ, പപ്പായ, കപ്ലങ്ങ, അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ, അതിൻ്റെ തല പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് മുറ്റത്തു നിന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അപ്പോഴാണ് മനു പറഞ്ഞത് അവന് കളിക്കാൻ വേണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഏതായാലും കുറച്ച് നേരം അതുമ്മേൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അത് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പണ്ട് നമ്മൾ എന്താ പറയുക, കർമൂസയുടെ തണ്ടുണ്ടല്ലോ, ആ തണ്ടിൽ ഇങ്ങനെ ഓടക്കുഴൽ പോലെ നമ്മൾ 1-2 ഓട്ടയൊക്കെ വെച്ചിട്ട് ഓടക്കുഴലിന് ഓട്ടം ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഊതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു നല്ല രീതിയിൽ നമുക്ക് അത് ചൂളം വിളിക്കാം. ഓടക്കുഴൽ ഊതില്ലേ, അങ്ങനെ വിളിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആവില്ല. എന്നാലും കൂടി പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന ടൈമിലൊക്കെ അങ്ങനെ ചെയ്തു നോക്കാറുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിലൂടെ വെള്ളം ഒഴിച്ചിട്ട് എന്താണ് പറയുക, പൈപ്പില്ലേ, അങ്ങനെ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് വന്നപ്പോഴാണ് ഇവനിത് ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കാനുള്ള കാരണം. അന്ന് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇപ്പോഴും അവനും അതൊക്കെ ചെയ്യാൻ തോന്നില്ലേ അങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ അപ്പൂസും മനുവും കൂടെ അതിങ്ങനെ വെട്ടിയിടലും കറക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ആ മഴയും കാറ്റുമൊക്കെ പോയിട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വേനൽക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം മഴ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്നും കൂടെ ചൂട് തുടങ്ങുമ്പോഴേക്ക് ഒരു മഴ കിട്ടുന്നുണ്ട്. വെള്ളത്തിന് വലിയൊരു കുഴപ്പം ഇവിടെ വരില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലായിടത്തും വെള്ളക്ഷാമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റട്ടെ. അതുപോലെ മഴയൊക്കെ നല്ല രീതിയിൽ ഒന്ന് പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും തീരുമെന്ന് തോന്നുന്നു. ഇവിടെ ലാസ്റ്റ് ആവുന്ന ആ ഒരു ടൈമിൽ മെയ് മാസം ആകുമ്പോഴേക്ക് പണ്ട് മുതലേ വെള്ളം കുറയാറുണ്ട്. പിന്നെ നമ്മൾ തീർന്നു പോവാറില്ല, ഒന്ന് കരുതി ഉപയോഗിക്കും. നമ്മൾ ലാവിഷായിട്ട് പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല, അപ്പോഴേക്ക് നമുക്ക് പ്രശ്നമാവും കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ വലിയ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ ഇടയ്ക്കൊക്കെ ആയിട്ട് മഴ പെയ്ത് അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ട് വരാറുണ്ട്. പിന്നെ അതേ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 6 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. 5:45, 6 മണിയൊക്കെ ആയ ആ ഒരു ടൈമിലുള്ളതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 5 മണിയുടെ മുന്നേ 4:45, ഏകദേശം 4:45 ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റു അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അത് നമ്മൾ രാവിലെ പുട്ടാണ് ചായക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുട്ടുപൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ പിന്നെ ഞാൻ ചിരവിയത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. അതൊക്കെ എണീറ്റ് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കാനുള്ളതൊക്കെ വെക്കാറുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് തണുപ്പ് മാറിയിട്ടേ നമ്മൾ ഉപയോഗിക്കുള്ളല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പുട്ടുപൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്ക് നമ്മൾ കുക്കറിൽ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങ അരച്ചിട്ട്. അത് മാത്രമല്ല മുളപ്പിച്ച ചെറുപയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ദിവസമായിട്ട്. ഒരു ദിവസം നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അത് നല്ല രീതിയിൽ ഒന്നും കൂടെ കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ഊറിയിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം വയ്ക്കും. പിന്നെ 2 ദിവസം വയ്ക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുള വരും കേട്ടോ. നമ്മൾ ഇല വന്നാലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ പറയുക. അപ്പോൾ അതിന് മുന്നേ തന്നെ 2 ദിവസം വെക്കാനേ ഉള്ളൂ കേട്ടോ. പിന്നെ തുണി കെട്ടിയൊന്നും ഞാൻ വെക്കാറില്ല, ഇങ്ങനെ തന്നെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും കിട്ടാറുണ്ട്. പക്ഷേ കടല എനിക്ക് അങ്ങനെയല്ല കേട്ടോ. കടല എനിക്ക് അതുപോലെ കിട്ടാറില്ല. കടല നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പുതിർത്തിയെടുക്കാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് വൈകിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്കതിനെ അടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ പുതിർത്തി കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വെള്ളം കൂറ്റിക്കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ.
അതും നല്ല രീതിയിൽ മുളച്ച് വരും. ഫ്രിഡ്ജിൽ കുതിർത്തതിന് ശേഷം കേട്ടോ, ഞാൻ 2 ദിവസം കുതിർത്തതിന് ശേഷം ഇത് ഇടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരില്ല കേട്ടോ. എന്നാലും ഒരുപാട് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. 2 ദിവസം ഞാൻ കുതിർത്തതിന് ശേഷം അത് വെള്ളം കൂറ്റി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതും നല്ല രീതിയിൽ തന്നെ മുള വന്നിട്ടുണ്ട് കേട്ടോ. അതിന് പിന്നെ ഞാൻ ഒരുപാട് മുള വരാൻ വേണ്ടി നിന്നിട്ടില്ല. അത് അങ്ങനെ വന്നാൽ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അല്ലാത്ത രീതിയിൽ ഞാൻ ചെറിയൊരു മുളയൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പുട്ടൊക്കെ അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 1-2 ട്രിപ്പൊക്കെ പുട്ടുണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. 1-2 ട്രിപ്പല്ല, 1 ട്രിപ്പ് കഴിഞ്ഞു. ഞാനത് ചൂടാറിയതിന് ശേഷമാണ് കാസറോളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ചായയ്ക്ക് വെള്ളം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് ഏട്ടന് ചായ വേണമായിരുന്നു പോകുന്നതിന് മുന്നേ. അപ്പോൾ ചായ കുടിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായ മാത്രം ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഇപ്പോഴാണ് നമ്മൾ ചായ വെക്കുന്നത് കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ 2ാമത്തെ കുറ്റി പുട്ടും കൂടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മാറ്റിയിട്ട് ഇനി അത് തണുപ്പ് പോയതിന് ശേഷം കാസറോളിലേക്ക് വെക്കുള്ളൂ കേട്ടോ. തണുപ്പ് എന്ന് പറഞ്ഞാൽ ആ ആവി ഒന്ന് പോയി കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിലിങ്ങനെ വെള്ളത്തിൻ്റെ ഒരു അംശം വരുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ രാത്രി നമ്മളെ പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാനും അതുപോലെ ചായയും റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നാളെ നമുക്ക് വീണ്ടും കാണാം. ബായ്.